15 വർഷം, ചിലർക്ക് 17, ചിലർക്ക് അതിലും കൂടുതൽ. ഗൾഫിൽ അല്ലെങ്കിൽ US-ൽ അല്ലെങ്കിൽ UK-യിൽ എല്ലാ മാസവും ഒരു മുടക്കവും ഇല്ലാതെ വീട്ടിലേക്ക് പണം അയച്ചുകൊണ്ടിരുന്നു. അച്ഛനും അമ്മയ്ക്കും പണം അയച്ചുകൊണ്ടിരുന്നു, വീടിന്റെ ലോണിന് പണം അടച്ചുകൊണ്ടിരുന്നു, കുട്ടികളുടെ സ്കൂൾ ഫീസിനായിട്ട് പണം അടച്ചുകൊണ്ടിരുന്നു. നാട്ടിൽ വരുന്ന ഓരോ വെക്കേഷനും നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്തു. റിലേറ്റീവ്സ് ഒക്കെ വരും, റെസ്റ്റോറൻറ്റിലൊക്കെ പോകും, എല്ലാവർക്കും ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ. തിരിച്ച് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് പോക്കറ്റ് കാലിയായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സ്വയം പറയാൻ പോകുന്ന കാര്യം എല്ലാം ശരിയാവും. ഈ പറഞ്ഞ ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ 40 വയസ്സിനോട് അടുത്തെത്തി, അതല്ലെങ്കിൽ 40 ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരോടും പറയാതെ ഒരു ചോദ്യം മനസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും, ഇത്രയും വർഷം കഴിഞ്ഞു ഞാൻ ശരിക്കും എവിടെ നിൽക്കുന്നു? പാനിക് ആവാനല്ല, വെറും ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രം. ഈ വീഡിയോ ശരിക്കും ആ ചോദ്യത്തിന്റെ ആൻസർ ആണ്. ഈ വീഡിയോയിൽ ഞാൻ 5 കാര്യങ്ങൾ പറയും. 40ലേക്ക് എത്തുന്ന ഓരോ NRIയും ഒരിക്കലെങ്കിലും തിങ്ക് ചെയ്യേണ്ട 5 കാര്യങ്ങൾ. സിമ്പിൾ ആൻഡ് ഓണസ്റ്റ്. ഞാൻ ആദ്യം ഒരാളെ പരിചയപ്പെടുത്താം. ഷിബു, 41 വയസ്സ്, ഖത്തറിൽ 17 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഷിബുവിനെ നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ ഫ്ലാറ്റിൽ ഷിബു ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷിബു ഉണ്ട്. ചില സമയത്ത് നിങ്ങൾ കണ്ണാടി നോക്കുമ്പോഴും ചിലപ്പോൾ ഷിബുവിനെ കണ്ടേക്കാം. ഷിബുവിന്റെ പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഓണസ്റ്റ് ആയിട്ട് നാട്ടിൽ ഒരു നല്ല വീട് പണിതിട്ടുണ്ട്, അച്ഛനെയും അമ്മയും നന്നായിട്ട് വെൽ ടേക്കൺ കെയർ ഓഫ്, 2 കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല, ഇത് എല്ലാം ആ 17 വർഷത്തെ അധ്വാനമാണ്. ഇനി ബാക്കി പിക്ചറിലോട്ട് നമുക്ക് നോക്കാം. NRI FD ആയിട്ട് ഒരു 18 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഖത്തറിൽ സേവിങ്സ് ആയിട്ട് അങ്ങനെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് പണ്ടെപ്പോഴോ എടുത്ത ഒരു LIC പോളിസി ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ FD കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അടുത്ത ചോദ്യം, റിട്ടയർമെന്റ് പ്ലാൻ. അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് പോലുമില്ല, പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ഇവിടെ ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയട്ടെ, ഷിബു റോങ് അല്ല. ഷിബു ഒരു നല്ല മകനാണ്, ഒരു നല്ല അച്ഛനാണ്, ഒരു നല്ല ഭർത്താവാണ്. പക്ഷേ ഈ 41ാമത്തെ വയസ്സിൽ ഷിബുവിൻ്റെ ഫിനാൻഷ്യൽ പിക്ചറിൽ ചില ഗ്യാപ്പുകളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത് കാണുന്ന നിങ്ങളോട് ഒരു ചോദ്യം, നിങ്ങളുടെ പിക്ചർ ഈ ഷിബുവിൻ്റെതിൽ നിന്നും എത്രത്തോളം ഡിഫറൻ്റ് ആണ്? ഓണസ്റ്റ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, റിട്ടയർമെൻറ്റ്. എപ്പോൾ, എവിടെ? ആദ്യത്തെ ചോദ്യം ഇതാണ്, ഏറ്റവും അവഗണിക്കപ്പെടുന്ന ചോദ്യവും ഇതാണ്. ഗൾഫിലെ ജോബിന് പെൻഷൻ ഇല്ല, അത് നമുക്കറിയാം. ഇപ്പോൾ US-ലും UK-ലും ഒക്കെ ആണെങ്കിൽ ചില ഓപ്ഷൻസ് ഉണ്ട്, 401k, വർക്ക് പ്ലേസ് പെൻഷൻ, അങ്ങനെയൊക്കെ. പക്ഷേ ആ രാജ്യത്തൊക്കെയുള്ള ആളുകളെ പറ്റി ചോദിച്ചു നോക്കിയാലും അവരും ഇത് ഒരുപാട് മാക്സിമൈസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം എനിക്ക് എത്ര വേണം എന്നതല്ല. ശരിക്കുള്ള ചോദ്യം, ഞാൻ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയോ എന്നുള്ളതാണ്. ഒരു ചെറിയ കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. 55ാമത്തെ വയസ്സിൽ കേരളത്തിൽ സെറ്റിൽ ആണോ എന്ന് വെക്കുക. മാസം ഒരു 1 ലക്ഷം രൂപ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ വേണമെന്നും കരുതുക. അതിന് ഏകദേശം 2.5 തൊട്ട് 3 കോടി രൂപ വരെ കോർപ്പസ് ആയിട്ട് വേണ്ടിവരും. ഇതൊരു റഫ് ഇലസ്ട്രേഷൻ മാത്രമാണ്, എക്സാക്ട് കണക്കൊന്നുമല്ല. പക്ഷേ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു നമ്പറും നിങ്ങളുടെ ഇപ്പോഴത്തെ നമ്പറും തമ്മിലുള്ള ഗ്യാപ്പ്, അതാണ് ഇനിയുള്ള വർഷങ്ങളിലെ നിങ്ങളുടെ ഹോംവർക്ക്. ഇനി പോയിന്റ് നമ്പർ 2, നാട്ടിലെ വീട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ അല്ല. എനിക്കറിയാം നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല എന്നുള്ളത്, പക്ഷേ ഇത് ചില ആളുകളെങ്കിലും തീർച്ചയായിട്ടും കേൾക്കണം. മിക്ക NRIസിൻ്റെ മൈൻഡിൽ ഒരു വീട് ഒരു അസറ്റായിട്ടാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. എനിക്ക് നാട്ടിൽ 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന്. 3 ചോദ്യങ്ങളാണ് അങ്ങനെയുള്ളവരോട് നിങ്ങൾ തന്നെ ചോദിക്കേണ്ടത്, അതല്ലെങ്കിൽ സ്വയം ചോദിക്കേണ്ടത്. ആ വീട് നിങ്ങൾക്ക് മാസം ഇൻകം തരുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അത് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അത് വിൽക്കാമെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന ഫാമിലി എങ്ങോട്ട് പോകും? അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് അതൊരു ഹോമാണ്, അത് ബ്യൂട്ടിഫുൾ ആണ്, അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അതിനെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല. പക്ഷേ ഒരു ഹോം വേറെ, ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേറെ. ഇത് രണ്ടും ഒരിക്കലും മിക്സ് ചെയ്യരുത്. ഇനി മൂന്നാമത്, ഇൻഷുറൻസ്. LIC മാത്രം പോരാ. ഇത് ഞാനൊന്ന് ക്വിക്കായിട്ട് പറയാം, ഒരുപാട് സമയം എടുക്കില്ല. നമ്മളിൽ പലരുടെയും ഇൻഷുറൻസ് സ്റ്റോറി ഇതാണ്. ഒരു റിലേറ്റീവ്, അതല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിരിക്കുന്ന ഒരു ഏജന്റ്, അവർ വന്നിട്ട് നമ്മൾ ഒരു LIC പോളിസി എടുപ്പിക്കുന്നു. അതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് നല്ലതാണോ മോശമാണോ എന്നൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ 2 കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യുക. ഒന്ന്, ഒരു പ്രോപ്പർ ടേം ഇൻഷുറൻസ് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഫാമിലിക്ക് ജീവിക്കാനുള്ള കവർ ആവശ്യത്തിനുണ്ടോ? 2, നാട്ടിലെ പേരൻസോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ അത് നിങ്ങളുടെ സേവിങ്സിൽ നിന്നാണോ പോകുന്നത്? ഇത് രണ്ടും സോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഇൻവെസ്റ്റ്മെന്റിനേക്കാളും മുമ്പ്. ഇനി 4ാമത്, ഇൻവെസ്റ്റിംഗ്. പണം വെറുതെ ഇരിക്കരുത്, വർക്ക് ചെയ്യണം. ഷിബുവിൻ്റെ ആ 18 ലക്ഷം NRIയിൽ കിടക്കുന്ന FD ഓർമ്മയുണ്ടോ? ആ FD മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത് സേഫ് ആണ്, അത് ടാക്സ് ഫ്രീ ആണ്. ഒരു പോർഷൻ അങ്ങനെ ഇരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കയ്യിലിരിക്കുന്ന മുഴുവൻ പണവും FDയിൽ ഇരുന്നാൽ അത് വളരുന്നില്ല, അത് വെറുതെ ഇരിക്കുകയാണ്. ഇപ്പം 40കളിലാണ് നിങ്ങളുടെ പ്രായം എന്ന് വെച്ചാൽ പോലും ഇനിയും 15 20 വർഷം നമ്മുടെ മുമ്പിലുണ്ട്. കോമ്പൗണ്ടിങ്ങിന് ആവശ്യത്തിനുള്ള സമയം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ചെയ്യാം, SIP വഴി. ഇൻഡെക്സ് ഫണ്ടിൽ നമുക്ക് ആവശ്യമെങ്കിൽ തുടങ്ങാം. എല്ലാ മാസം ഒരു ഫിക്സ്ഡ് എമൗണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇതിന് 2ാമത്തെ ഓപ്ഷൻ, ഇത് ഒരുപാട് NRIസിനൊന്നും അറിയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പോലും. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ഡോളറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗിഫ്റ്റ് സിറ്റി വഴിയാണ്. ഇപ്പോൾ ബിലോങ് പോലത്തെ പ്ലാറ്റ്ഫോം വഴിയിൽ നമുക്ക് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും നമുക്ക് US ഡോളർ വഴി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ TDSന്റെ ആവശ്യം വരുന്നില്ല, ഇന്ത്യയിൽ ITR ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഏതൊരു സമയവും ഫുൾ റിപ്പാട്രിയേഷനും നിങ്ങൾക്ക് സാധ്യമാകും. അതായത് നിങ്ങൾ ജീവിക്കുന്ന ആ കൺട്രിയിലോട്ട് ഫുൾ റിപ്പാട്രിയേഷൻ ഒരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾ ചില ആളുകൾ മറ്റേതെങ്കിലും എബ്രോഡ് ആയിട്ടുള്ള കൺട്രിയിൽ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെപ്പോലുള്ള ആളുകൾക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം
നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ ഫോറിൻ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ സാധിക്കും. നിങ്ങൾക്ക് നാട്ടിലൊരു അക്കൗണ്ട് വേണമെന്ന് പോലുമില്ല. ഈ എൻറ്റയർ പ്രോസസ്സ് ഡിജിറ്റലാണ്, പേപ്പർ വർക്ക് ഒന്നും വേണ്ട, നിങ്ങൾ ബാങ്കിലൊന്നും വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യവും വരുന്നില്ല. ബിലോങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് ചേരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങളിപ്പോൾ US-ലോ UK-ലോ ഒക്കെ ആണ് എന്ന് കരുതുക. നിങ്ങൾക്ക് അവിടെ തന്നെ അവിടുത്തെ ഇൻഡെക്സ് ഫണ്ടിലും സ്റ്റോക്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരിക്കാം. ആ സിസ്റ്റം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബിലോങ്ങിൻ്റെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ടാറ്റയുടെയും സുന്ദരത്തിൻ്റെയും ഒക്കെ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ടിംഗ് ഫ്രം ജസ്റ്റ് $500. ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നതല്ല ശരിക്കുള്ള പോയിന്റ്, തുടങ്ങുക എന്നത് മാത്രമാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി അവസാനത്തെ ചോദ്യം, നമുക്ക് എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാൻ ഏറ്റവും മടിയുള്ള ചോദ്യമാണ്, ഞാൻ എന്നാണ് തിരിച്ചു വരുന്നത്? ചില ആളുകൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അവരിനി ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന്. ഇനി മറ്റുള്ള ഒരു വലിയ പോപ്പുലേഷൻ ആളുകളുടെ ആൻസർ നോക്കാം. ഈ 17 വർഷമായിട്ട് 20 വർഷമായിട്ട് ഈ നോക്കാമെന്നുള്ള സെയിം മറുപടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. അങ്ങനെ ഒരു എക്സാക്ട് ഡേറ്റ് വേണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. ആ ഒരു ഡയറക്ഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി അത് കേരളത്തിലോട്ട് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സിറ്റിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നിൽക്കുന്ന രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തോട്ട് മൂവ് ചെയ്യാനാണ് പ്ലാൻ എങ്കിലും കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൻസർ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? കാരണം ആ ആൻസറാണ് നിങ്ങളുടെ ഡിസിഷനെ നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ സേവ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പോകുന്നത്. അതിന് മുകളിൽ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എവിടെ പ്ലാൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഡയറക്ഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കാരണം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഷിബുവിലേക്ക് തിരിച്ചു വരാം. ഷിബുവിന് 41 വയസ്സാണ്. അതായത് ഷിബുവിന് ഇനിയും 20-25 വർഷം ബാക്കി കിടപ്പുണ്ട്. ആ 17 വർഷം കൊണ്ട് നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഷിബു ചെയ്തു. ഇനി ബാക്കിയുള്ള കാലം സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്താൽ നല്ല പോലെ റിട്ടയർ ചെയ്യാനുള്ള അവസരം ഇനി അവർക്കുണ്ട്. ഇനി നിങ്ങളോടാണ് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പേർക്കെങ്കിലും ഉള്ളിലൊരു ഹെവിനെസ് തോന്നിയേക്കാം. അത് തോന്നേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിൽ ബാഡ് ന്യൂസായിട്ട് ഒന്നും തന്നെയില്ല. ഇത്രയും വർഷം ചെയ്തത് അതല്ലെങ്കിൽ ഇത്രയും വർഷം റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തില്ല എന്നത് വലിയൊരു തെറ്റൊന്നുമല്ല. ഇത്രയും നാൾ അച്ചീവ് ചെയ്തത് വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഒരു വീടുണ്ടായിരിക്കാം, നല്ലൊരു സെക്യൂർ ആയിട്ടുള്ള ഫാമിലി ഉണ്ടായിരിക്കാം, നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്യാപ്പ് അത് നികത്താനായിട്ട് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. 40 വയസ്സായതുകൊണ്ട് ലേറ്റ് ആയി പോയെന്നോ 50 വയസ്സായി പോയതുകൊണ്ട് ലേറ്റ് ആയി പോയെന്നോ അതൊന്നും തന്നെ ഇവിടെ മാറ്ററായി ചെയ്യുന്നില്ല. ഇനി ബാക്കിയുള്ള സമയം പ്രോപ്പറായിട്ട് റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാം. എല്ലാം ക്ലിയർ ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രായം ചിലപ്പോൾ ആ പ്രായമായിരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു സിഗ്നലായിട്ട് കണ്ട് ഇനി മുന്നോട്ട് സമയം വേസ്റ്റ് ചെയ്യാതെ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബിലോങ്ങിൻ്റെ പ്ലാറ്റ്ഫോം ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.